ഇരുന്ന് കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. നായില എന്ന് പറയുന്ന ഭാര്യ ഇരുന്ന് കരയുകയാ. എന്തിനാ നായില നീ കരയുന്നത്? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെയുമില്ല വൈകിട്ടുമില്ല, പട്ടിണി നോമ്പാണ്. 3-ാമത്തെ ദിവസവും എന്തൊരവസ്ഥയാ അല്ലാഹ്. നായില ബീവിയോട് ഉസ്മാൻ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നായില എന്റെ പ്രയാസമൊക്കെ മാറാൻ പോവുകയാണ് നായില. ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും, ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും. 3 ദിവസം പട്ടിണി നോമ്പാ, 3-ാമത്തെ ദിവസവും പട്ടിണി നോമ്പാ. അന്ന് വെളുപ്പാങ്കാലമായപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി കിടന്ന് തളർന്നു കിടക്കുമ്പോ നബി തങ്ങൾ ഉസ്മാൻ തങ്ങളുടെ വായിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. നബി തങ്ങൾ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. നബിതങ്ങൾ പറയുകയാ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. ആരാ നബിതങ്ങള്? അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള്, ഉസ്മാൻ തങ്ങള്. ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേര് ഒരുമിച്ചാ. അതിനർത്ഥം മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങൾ ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നതെന്നറിയോ? എന്തിനാ പൈജാമ ധരിച്ചതെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം, ഒരല്പനേരം കഴിഞ്ഞ വീടിന്റെ പുറത്തു നിൽക്കുന്ന ശത്രുക്കൾ വീടിന്റെ അകത്ത് ഇരച്ചു കയറിയിട്ട് ഉസ്മാന് തങ്ങളെ വെട്ടി നുറുക്കുമെന്നറിയാ, ഉസ്മാന് തങ്ങളെ കൊല്ലുമെന്നറിയാ, അവര് തന്റെ മയ്യത്ത് വൃത്തികേടാക്കുമെന്നറിയാ. അതുകൊണ്ടും മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവര് വളരെ ക്രൂരമായ രീതിയിൽ ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാ. നബി തങ്ങൾ വന്ന് പറഞ്ഞാട്ടാ പോയത്, ഉസ്മാനെ, നോമ്പ് മുറിക്കുന്നത് എന്റെ കൂടെയാണ്, നീ എന്റെ കൂടെയാണ് നോമ്പ് മുറിക്കുന്നത്. നബി തങ്ങൾ വന്ന് വിരുന്ന് വിളിച്ചിട്ട് പോയതാ. ഉസ്മാൻ തങ്ങൾക്കറിയാ, ഇവര് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളയുമെന്ന്. ആ കൊന്നു മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വേറെ എന്തെങ്കിലും വസ്ത്രമാണെങ്കിൽ ഔറത്ത് തുറന്നു കിടക്കുമല്ലോ, എല്ലാരും തന്റെ ഔറത്ത് കാണുമല്ലോ. അതുകൊണ്ട് കാണാതിരിക്കാനാ പൈജാമ ധരിക്കുന്നത്. പഠിക്കണേ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാര പായ്ക്കകത്തിരുന്നു നിസ്കരിച്ചിട്ടിരുന്ന് ഖുർആൻ ഓതുകയാണ്. തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി വാതിൽ തീയിട്ട് നശിപ്പിച്ചു. അവര് വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാളുകൊണ്ട് വെട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ കടന്ന് നിലവിളിക്കുകയാ. നായില എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ, ഒരു പെണ്ണാണല്ലോ, ഒരു പെണ്ണാണല്ലോ, നായില ബീബി കടന്ന് നിലവിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ മരണത്തിന്റെ വേളയിൽ വെട്ടുകൊണ്ടിട്ട് മരിക്കാ സമയമാകുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട് പറയുകയാ, ഞാനൊരു ഭർത്താവാ, നിങ്ങളും ഭർത്താക്കന്മാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടുകൊണ്ടിട്ട് ഇരിക്കുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. നിലവിളിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക്. എന്നെ ഇവര് കൊന്നുകളയുകയോ എന്തു ചെയ്യുകയോ എനിക്ക് പ്രശ്നമില്ല നായില. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? നായില, നിന്റെ തലയിലിട്ടിരിക്കുന്ന തുണി പുറകിലോട്ട് മാറിയിരിക്കുന്നു നായില.
ഭാര്യ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകോട്ട് മാറി. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു, ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നായില, എന്നെ വിട്ടേക്ക് നായില, എന്നെ വിട്ടേക്ക് നായില, എനിക്ക് നിന്റെ കാര്യത്തിലാ പേടി നായില. മരിക്കുന്നതിലല്ല പേടി, ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് സങ്കടമില്ല. എനിക്ക് പേടി എന്തെന്നറിയോ? അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, നിന്റെ തലമുടി അന്യ പുരുഷന്മാര് കാണുന്നു നായില. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ പേടിയാനായില്ല, അള്ളാന്റെ അടുക്കൽ എനിക്ക് മറുപടി പറയാൻ പേടിയാനായില്ല. അതുകൊണ്ട് തലമറയ്ക്കാനായില്ല, ആ തലേ തുണിയൊന്ന് നേരെ ഇടനായില്ല. എപ്പോഴാ വാപ്പാ, എപ്പോഴാ വാപ്പാ വിട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമുടിയൊന്ന് പുറത്ത് കണ്ടപ്പോ അത് ഔറത്താണ് നായില. അല്ലാഹുവിനെ എനിക്ക് പേടിയാനായില്ല. നിന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബിതങ്ങള് പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എന്റെ കാര്യം വിട്ടിട്ട് ആ തലയിലിട്ടിരിക്കുന്ന തുണിയൊന്നു നേരെ ഇടനായില്ല. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശത്രുക്കള് വീടിന്റെ അകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ മക്കള്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ, തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ തിരയുകയാണ്. ആ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖുർആനിൽ ഇങ്ങനെ നോക്കുകയാണ്. എവിടെയാ അല്ലാഹ് എന്റെ രക്തം വീണത്? എവിടെയാ